കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അകാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗമെന്ന് വായനകളിലൂടെ വളരെ വ്യക്തവും കൃത്യവുമായ ചില സന്ദേശങ്ങൾ, ഉപദേശങ്ങൾ തരികയാണ്. നമുക്കറിയാം, ലോകത്തായിരിക്കുമ്പോൾ ലൗകിക സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കാൻ നമുക്ക് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയും നിക്ഷേപമൊക്കെ നമുക്ക് വേണം. എന്നാൽ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്നൊരു കാര്യം, ലൗകിക സമ്പത്തുള്ളതുപോലെ തന്നെ ആത്മീയ മനുഷ്യരായ നമ്മൾ ആത്മീയ സമ്പത്തും അന്വേഷിക്കുകയും കണ്ടെത്തുകയും അത് സ്വൽക്കൂട്ടി വയ്ക്കുകയും ചെയ്യണമെന്നാണ് സുവിശേഷത്തിലൂടെ ഈശോ പറയുക. അപ്പോൾ നമ്മുടെ അധ്വാനത്തിൽ ഭൗതിക സമ്പത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആത്മീയ സമ്പത്തിന് വേണ്ടി കൂടി നമ്മൾ അധ്വാനിക്കണം. ഇനിയിപ്പോൾ ഇത് രണ്ടും, ഇതിൻ്റെ വ്യത്യാസവും എന്തൊക്കെയാണെന്ന് ഈശോ തന്നെ വചനത്തിലൂടെ വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്ന് നശിച്ചു പോകും, മറ്റൊന്ന് നശിക്കില്ല. ഒന്ന് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, ഒന്ന് വരാനിരിക്കുന്ന ജീവിതത്തിനെ കൂടി ഉൾക്കൊള്ളുന്നതാണ്, അത് നിത്യജീവിതത്തിന് വേണ്ടി കൂടിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമ്പാദ്യങ്ങൾ ഈ ലോക ജീവിതത്തിൽ ഒരു ആത്മീയ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ, ആത്മീയ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം, ഭൗതിക സമ്പത്തിനേക്കാളും ഉപരിയായി നിൽക്കുന്ന ആത്മീയ സമ്പത്ത് കരസ്ഥമാക്കുന്നവർ, സ്വന്തമാക്കുന്നവരാകണം. ഒരു ആത്മീയ അധ്വാനം. അതുകൊണ്ട് പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ട് പറയും, നിങ്ങൾക്ക് ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അപ്പോൾ ആത്മീയ സമ്പത്ത് സ്വന്തമാക്കാനും അതെന്ന് നിലനിൽക്കുന്നതാണെന്നും ഈ ലോകത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും സമ്പത്താണ് ആത്മീയ സമ്പത്തെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരുവൻ അതിൻ്റെ നിലനിൽപ്പിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്നത്. ഇനി ഈ നിക്ഷേപം, യഥാർത്ഥ നിക്ഷേപം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിക്ഷേപം, സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൽ മാത്രം കണ്ടെത്തുന്നതാണ്. അപ്പോൾ യഥാർത്ഥ സമ്പത്ത്, ആത്മീയ സമ്പത്തെന്ന് മറ്റൊരു വാക്കിൽ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്വന്തമാക്കുന്ന തന്നെയാണ്. ദൈവത്തെ സ്വന്തമാക്കുന്നവൻ എല്ലാം നിലനിൽക്കുന്നത് സ്വന്തമാക്കുന്നു എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. ഇനി തുറന്നങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ തൊട്ട് താഴെയായിട്ട് കർത്താവ് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഇവിടെ നമ്മൾ ചുമ്മാ ശാരീരികമായ കാഴ്ചപ്പാടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായി നിൽക്കുന്ന ഒരുവൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകുമ്പോൾ അവൻ്റെ ജീവിതത്തിലുടനീളം പ്രകാശമുണ്ടാകും, വെളിച്ചമുണ്ടാകും, തെളിച്ചമുണ്ടാകും. കണ്ണിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്കൊക്കെ നന്മയും തിന്മയൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ളവരാണ്, മറ്റൊരു വാക്യം പറഞ്ഞാൽ, സ്വർഗീയ സമ്പത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, ഗ്രഹിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കാനുള്ളൊരു ആഗ്രഹം ഒരുവനിൽ ജനിക്കുന്നത് അവനിൽ ഈ പറയുന്ന ആത്മീയ വെളിച്ചം അല്ലെങ്കിൽ ആത്മീയ കാഴ്ചപ്പാട് രൂപപ്പെടുമ്പോഴാണ്. ആദ്യ വായന എത്ര സുന്ദരമായൊരു വായനയാണെന്ന് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. മറ്റ് അപ്പസ്തോല ഗണത്തെയൊക്കെ ചേർത്ത് വെച്ചിട്ട്, യേശുവിൻ്റെ കൂടെ നടന്ന അപ്പസ്തോലന്മാരെ ചേർത്ത് വെച്ചിട്ട് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. വലിയൊരു ആത്മീയ കാഴ്ചപ്പാട് പൗലോസ്ലീഹ പറയുക. പൗലോസ്ലീഹ
ഞാൻ ഇവരെക്കാളൊക്കെ മെച്ചപ്പെട്ട ദാസനാണ്. ഞാൻ ഇവരെക്കാൾ, ഇവർ അപ്പസ്തോലന്മാരാണ്, ഞാനും അപ്പസ്തോലനാണ്, ഇവർ ദാസരാണ്, ഞാനും ദാസനാണ്, ഞാൻ ഇവരെക്കാളും മെച്ചപ്പെട്ട ദാസനാണ്. അപ്പോൾ പൗലോസ്ലീഹ മറ്റപ്പസ്തോലന്മാരെക്കാളും, കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പസ്തോലന്മാരെക്കാളും താൻ മെച്ചപ്പെട്ടവനാണ് എന്ന് പറയുന്നത് ഭൗതിക സമ്പത്തിൻ്റെ വെളിച്ചത്തിലല്ല. എന്തെങ്കിലും ഭൗതികമായി നേടിയോ, സമ്പത്തുണ്ടാക്കിയോ, വീടുണ്ടാക്കിയോ, കാശുണ്ടാക്കിയോ, കാറുണ്ടാക്കിയോ, ഇതൊന്നും വെച്ചിട്ടല്ല ഞാൻ ഇവരെക്കാളും മെച്ചപ്പെട്ടവരാണെന്ന് പറയുന്നത്. പിന്നെ പൗലോസ്ലീഹ പറയുന്നതോ, ഞാൻ ഇവരെക്കാളൊക്കെ അധികമായി സുവിശേഷത്തെ പ്രതി, യേശുവിനെ പ്രതി ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പസ്തോലന്മാരുടെ ഇടയിൽ മറ്റപ്പസ്തോലന്മാർ യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി സഹിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ സഹിച്ചു എന്ന് പറയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവരെക്കാളും മെച്ചപ്പെട്ടതാണ്. അപ്പോൾ ഭൗതികമായി നമ്മൾ ഭൗതിക വളർച്ച കാണുമ്പോൾ പറയോ, ഞാൻ അവരെക്കാളൊക്കെ മെച്ചപ്പെട്ടതാണ്, എനിക്ക് 2 കാറുണ്ട്, എനിക്ക് 2 നില വീടുണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, അല്ലേ? ഒരു വിവാഹാലോചനയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളാണ് അവരുടെ ഭൗതിക സമ്പത്ത്, അവരുടെ കുടുംബ മഹിമ, അവരുടെ ജോലി, വരുമാനം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. എന്ന് പറയുന്ന പോലെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരുവൻ്റെ ഭൗതിക ജീവിതത്തെ അഡ്രസ്സ് ചെയ്യുകയും അവൻ എത്രമാത്രം വിലയുണ്ട് എന്ന് നമ്മൾ മാനിക്കുകയും ചെയ്യുമ്പോൾ, ഇവിടെ പൗലോസ്ലീഹ പറയാണ്, ഒരു ഭൗതിക നേട്ടത്തിൻ്റെയും വെളിച്ചത്തിലല്ല ഞാൻ മറ്റപ്പസ്തോലന്മാരെക്കാളും മെച്ചപ്പെട്ടവരാണെന്ന് പറയുന്നത്. ഞാൻ സുവിശേഷത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി സഹിച്ചു ഇവരെക്കാളൊക്കെ അധികമായി. പിന്നൊരു വലിയ ലിസ്റ്റാണ് നമ്മൾ ആദ്യ വായനയിൽ കേട്ടത്. ഏറ്റെടുത്ത അടികൾ, അടിപ്പിണരുകൾ, വേദനകൾ, സഹനങ്ങൾ, കുടുംബത്തിൽ നിന്നും, കുടുംബാംഗങ്ങളിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, ബന്ധുക്കാരിൽ നിന്നും, വിജാതീയരിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വന്ന സഹനങ്ങൾ, ഇതെല്ലാം പൗലോസ്ലീഹ വിവരിച്ചിട്ട് പറയാം, ഞാൻ ഇവരെക്കാളൊക്കെ മെച്ചപ്പെട്ടവനാണ്. ഉണ്ടോ? ഇപ്പം നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് ഞാൻ അവനേക്കാളും ഇവളെക്കാളൊക്കെ ആത്മീയ സമ്പന്നത ഉള്ളവനാണ്, അല്ലെങ്കിൽ ആത്മീയമായി വളർന്നവനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അവൾ സഹിച്ചതിനേക്കാളും കൂടുതൽ, അവൻ സഹിച്ചതിനേക്കാളും കൂടുതൽ യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട്. അവൾ വിട്ടുകൊടുത്തതിനേക്കാളും, അവൾ ക്ഷമിച്ചതിനേക്കാൾ ഉപരിയായി ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് സുവിശേഷത്തെ പ്രതി. അവർ സ്നേഹിച്ചതിനേക്കാളും ഉപരിയായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ സ്നേഹിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അവർ ദൈവരാജ്യത്തിന് വേണ്ടി എടുത്ത സമർപ്പണത്തെക്കാളും, ദൈവരാജ്യത്തെ പ്രതി ഏറ്റെടുക്കേണ്ടി വന്ന പീഡനങ്ങളെക്കാളും ഉപരിയായി സമർപ്പണവും പീഡനവും ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവനേക്കാളും അവളെക്കാളും ആത്മീയ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ആത്മീയ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ടവരാണെന്ന് പറയാനുള്ള ഒരു ആത്മീയ അധികാരം നമുക്കുണ്ടാകും. നമ്മളൊന്നും സഹിച്ചിട്ടില്ലെങ്കിലോ, സുവിശേഷത്തെ പ്രതി ഒന്നും സഹിച്ചിട്ടില്ല, ആകെ സഹിച്ചത് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രം കുറേ സഹിച്ചിട്ടുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് പ്രതിഫലമില്ലെന്ന് പ്രായാധിക്യത്തിൽ പലരും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി സഹിക്കുകയും മരിക്കുകയും കാൽവരിയിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി എന്നെ സ്നേഹിക്കുകയും ചെയ്ത എൻ്റെ കർത്താവിന് വേണ്ടി ഞാനെടുത്ത സഹനമാണ് എന്നെ ആത്മീയ സമ്പന്നനാക്കുന്നത്. അതാണ് പൗലോസ്ലീഹ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് ഭൗതിക സമ്പത്തിനെയും ആത്മീയ സമ്പത്തിനെയും വേർതിരിച്ച് കാണാനും പറ്റുന്നതും, ആത്മീയ സമ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ, നിലനിൽക്കുന്നവയ്ക്ക് വേണ്ടി, നിത്യതയോളം നിലനിൽക്കുന്നവയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള ഒരു ധൈര്യവും ഒരു ബലവും ഒരു കൃപയൊക്കെ നമ്മളിൽ നിറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. ഈ ബലിയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയാനും സ്വർഗീയ സമ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.